അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിതിൽ വിശദീകരിക്കുന്നത് സൂറത്തുൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ 40-ാം അധ്യായം. ഈ അധ്യായത്തിലെ ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ്. ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത്. ഇതിൽ 85 ആയത്തുകളാണ് ഉള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഹാമീം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം. ഈ തൻസീലുൽ കിതാബി, ഈ കിതാബിൻ്റെ ഇറക്കം അല്ലെങ്കിൽ അവതരണം, മിനല്ലാഹിൽ അസീസിൽ അലീം, അജയ്യനും സർവജ്ഞനുമായ അള്ളാഹുവിൽ നിന്നാണ്. ഗ്രന്ഥത്തിനെ പറ്റിയൊരു സൂറത്തിൽ ആദ്യത്തെ തന്നെ പരാമർശിക്കുന്ന വാചകം ഘട്ടങ്ങൾ, അതായത് ഖുർആനെ പറ്റിയിട്ടാണ് പറയുന്നത്. തൻസീലുൽ കിതാബി, ഈ കിതാബിൻ്റെ വരവ്. ഈ തൻസീൽ എന്ന് പറയുന്ന വാക്ക് നസല യൻസിലു, അതിൽ വരുന്ന തഫ്ഈൽ വസനാണ്. എന്നുവെച്ചാൽ തൻസീലുൽ കിതാബി, ഈ കിതാബിൻ്റെ ഇറക്കം, മിനല്ലാഹിൽ അസീസിൽ അലീം, അജയ്യനും സർവജ്ഞനുമായ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നിരവധി പേരിൽ ഒരു പേരാണല്ലോ അസീസ്. അസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യൻ, അജയ്യൻ, മറ്റൊരാൾക്ക് ജയിക്കാൻ കഴിയാത്തവൻ, തോൽപ്പിക്കാൻ കഴിയാത്തവൻ എന്നൊക്കെയാണ് അർത്ഥം. അലീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവജ്ഞൻ. ഫഈൽ വസ്നാണ്. ഫആലു നൗമിഫ് ആലു നൗഫായിലു എന്ന് പറഞ്ഞിടത്തിലുള്ള ഫൈല്. അപ്പം അലീം എന്ന് വെച്ചാൽ കൂടുതലായി, ഏറ്റവും കൂടുതൽ അറിയാവുന്നതാണ്. അൽഫിയിൽ ഓർമ്മയുണ്ടല്ലോ, ഫആലു നൗമിഫ് ആലു നൗഫായിലു ബികസ്റത്തിനും ഫായിലിൻ ബദീലു. അപ്പം അവിടെ പറഞ്ഞ ഫഈൽ വസ്നിൽ വരുന്നതാണ് അലീം, സർവജ്ഞൻ. ഇൽമിൻ്റെ ഫആൽ അല്ലെങ്കിൽ ഫഈൽ. അപ്പോൾ അലീം എന്ന് പറഞ്ഞാൽ സർവജ്ഞൻ. ഗാഫിരി ദംബി വകാബിലി തൗബി ശദീദിൽ ഇഖാബ് ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. ഗാഫിരി ദംബി, പാപം പൊറുക്കുന്നവൻ. വകാബിലി തൗബി, തൗബ സ്വീകരിക്കുന്നവൻ. ശദീദിൽ ഇഖാബി, ശിക്ഷ കഠിനമാക്കുന്നവൻ. ദിത്തൗലി, യോഗ്യനായവൻ. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. ഇലൈഹിൽ മസീർ, അവനിലേക്കാണ് മടക്കം. പാപം പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കഠിനമായി ശിക്ഷിക്കുന്നവനും യോഗ്യനുമായവൻ. അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അവങ്കലേക്കാണ് എല്ലാവരുടെയും മടക്കം. മാ യുജാദിലു ഫീ ആയാത്തില്ലാഹി ഇല്ലല്ലദീന കഫറൂ ഫലാ യഗ്റുർക തകല്ലുബുഹും ഫിൽ ബിലാദ്. മാ യുജാദിലു, തർക്കിക്കുകയില്ല, ഫി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ തർക്കിക്കുകയില്ല. ഇല്ലല്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകൾ ഒഴിച്ച്. ഫലാ യഗ്റുർക, തങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. തകല്ലുബുഹും ഫിൽ ബിലാദ്,
അവർ നാടുകളിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നത് തങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. മായുജാദിലു ഫീ ആയാത്തില്ലാഹ് ഇല്ലല്ലദീന കഫറൂ ഫലാ യഗ്റുർക തകല്ലുബുഹും ഫിൽ ബിലാദ്. സത്യനിഷേധികളല്ലാതെ അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ തർക്കിക്കുകയില്ല. എന്നാൽ അവർ നാടുകളിൽ യഥേഷ്ടം വിഹരിക്കുന്നത് താങ്കളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ്. ഇപ്പോൾ എത്രമാത്രം വർത്തമാന കാലത്ത് ജീവിക്കുന്ന നമുക്ക് അനുഭവമാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. ചിന്തിക്കണമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ, വല്ലാതെ അതിനെപ്പറ്റി വിശദീകരിക്കാൻ പറ്റൂല. ഇങ്ങനെ വിശദീകരിച്ച് കഴിഞ്ഞാലേ നമ്മുടെ പേരിൽ സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുന്നു എന്ന് പേരിൽ പറഞ്ഞ് കേസെടുക്കും. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് ഏറ്റവും കഠിനമായി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള കാഫിര്യങ്ങൾ, എക്സ് മുസ്ലിങ്ങൾ, മറ്റു മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും അല്ലെങ്കിൽ ജന്മന ഇസ്ലാം അല്ലാതിരിക്കുകയും ചെയ്യുന്നവർ, അവരെന്ത് ചെയ്യും? അള്ളാഹിൻ്റെ വചനങ്ങളിൽ തർക്കിക്കും. കാരണം എന്താ, അവന് മേപ്പറയില്ല, തീപ്പരി പേടിക്കണ്ട, അവൻ തർക്കിച്ചുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ സത്യവിശ്വാസിക്ക് അവനോട് അതേ രീതിയിൽ തിരിച്ചു തർക്കിക്കാൻ പറ്റുമോ? പറ്റൂല. അവന് നാടുകളിൽ ചുറ്റി സഞ്ചരിക്കുകയാണ്. അത് കാണുമ്പോൾ അത് താങ്കളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. കാരണം അവനെല്ലായിടത്തും സ്വീകരണം ഉണ്ടാവുകയെ. കാരണം ഭരണം അവരുടെ കയ്യിലാണ്, അധികാരം അവരുടെ കയ്യിലാണ്. അപ്പോൾ അവരെ എല്ലായിടത്തും അവർക്ക് സ്വീകരണം ഉണ്ടാവും. അത് താങ്കളെ വഞ്ചിച്ച് കളയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ ശേഷം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുത്ത ആയത്തിൽ പറയുന്നത് ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളെക്കുറിച്ചാണ്. കദ്ദബത് ഖബലഹും ഖൗമു നൂഹിം വൽ അഹ്സാബു മിൻ ബഅദിഹിം വഹമ്മത് കുല്ലു ഉമ്മത്തിൻ ബിറസൂലിഹിം ലിയഖുദൂ വജാദലൂ ബിൽ ബാതിലി ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ ഫഅഖദതുഹും ഫകൈഫ കാന ഇഖാബ്. കദ്ദബത് ഖബലഹും, അവരുടെ മുമ്പ് നിഷേധിച്ചിരുന്നു. ഖൗമു നൂഹിൻ, നൂഹിൻ്റെ ജനത, വൽ അഹ്സാബ് മിൻ ബഅദിഹിം, അവർക്ക് ശേഷമുള്ള നിരവധി കക്ഷികളും ഇതേപോലെ നിഷേധിച്ചിരുന്നു. വഹമ്മത് കുല്ലു ഉമ്മത്തിൻ ബിറസൂലിഹിം, വഹമ്മത്, അവര് പിടിച്ച് ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. വഹമ്മത് കുല്ലു ഉമ്മത്തിൻ, എല്ലാ സമൂഹവും ഉദ്ദേശിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു, ബിറസൂലിഹിം, അവരുടെ പ്രവാചകരെ കൊണ്ട്, ലിയഖുദൂ, അവരെ പിടിച്ച് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. വജാദലൂ ബിൽ ബാത്തിലി, അസത്യം കൊണ്ട് അവർ തർക്കിക്കുകയും ചെയ്തു. ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ, അതുകൊണ്ട് സത്യത്തെ തകർക്കാൻ. ഫഅഖദതുഹും, അവരെ നാം പിടികൂടി. ഫകൈഫ കാന ഇഖാബ്, അപ്പോൾ എൻ്റെ ശിക്ഷ എങ്ങനെയായിത്തീർന്നു? കദ്ദബത് ഖബലഹും ഖൗമു നൂഹിം വൽ അഹ്സാബു മിൻ ബഅദിഹിം വഹമ്മത് കുല്ലു ഉമ്മത്തിൻ ബിറസൂലിഹിം ലിയഖുദൂ വജാദലൂ ബിൽ ബാതിൽ ലിയുദ്ഹിലൂ ബിഹിൽ ഹഖ ഫഅഖദതുഹും ഫകൈഫ കാന ഇഖാബ്. ഇവരുടെ മുമ്പ് നൂഹ് നബിയുടെ ജനതയും അവർക്ക് ശേഷം വന്ന പല കക്ഷികളും സത്യത്തെ നിഷേധിക്കുകയും
ഓരോ സമുദായവും അവരുടെ റസൂലിനെ പിടിച്ചു ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുകയും അസത്യം കൊണ്ട് തർക്കിക്കുകയും ചെയ്തു. അത് കാരണം സത്യത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് അവർ പരിശ്രമിച്ചത്. അതിനാൽ അവരെ നാം പിടിച്ചു ശിക്ഷിച്ചു. അപ്പോൾ എൻ്റെ ശിക്ഷ എങ്ങനെയായിത്തീർന്നു? وكذلك حقت كلمة ربك على الذين كفروا أنهم أصحاب النار. وكذلك حقت كلمة ربك. അപ്രകാരം നിങ്ങളുടെ നാഥൻ്റെ വചനം സത്യമായിരിക്കുന്നു. അലല്ലദീന കഫറു, ഈ നിഷേധികളുടെ മേലിൽ. എന്താ കലിമത്തു റബ്ബിക്ക, നിങ്ങളുടെ റബ്ബിൻ്റെ വചനം എന്താണ്? അന്നഹും അസ്ഹാബുന്നാർ, നിശ്ചയം അവർ നരകക്കാരാണ്, നരകവാസികളാണെന്ന്. കദാലിക ഹഖത് കലിമത്തു റബ്ബിക അലല്ലദീന കഫറു അന്നഹും അസ്ഹാബുന്നാർ. അപ്രകാരം ഈ സത്യനിഷേധികളുടെ മേലും താങ്കളുടെ നാഥൻ്റെ വചനം സ്ഥിരപ്പെട്ടു കഴിഞ്ഞു, അവർ നരകവാസികളാണെന്ന്. ഈ ആയത്തോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അള്ളാഹു ഖുർആൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.